ശരിക്കും തുറന്നങ്ങ് പറയാൻ പോവാ ഞാൻ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കേൾക്കാത്ത എന്റെ മോളെ, നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? എന്റെ മോൾക്ക് നിങ്ങളെ പോലൊരു മരുമോനെ വേറെ കിട്ടില്ല എന്നാണ് അർത്ഥം. ശരി ശരി, മോന്റെ അച്ഛനും അമ്മയും ഒരു ദിവസം വന്ന് എന്റെ മോളെ ഒന്ന് കാണാൻ പറ. ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം. എന്താ മോനെ, പോരെ? ശരി അച്ഛാ. അതിനുമുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അത് പിന്നെ പറയും മരുമോനെ. നീ പറയാൻ പറഞ്ഞില്ലേ? എന്താ മോനെ, മരുമോന് ശ്രീധരൻ കൂടുതൽ വേണമെന്നാണോ? എത്ര വേണേലും പറഞ്ഞോ, തന്നേക്കാന്നേ. അതൊന്നുമില്ല അച്ഛാ. നമ്മുടെ രാജഗോപാല മുത്തച്ഛൻ്റെ ഒപ്പം മുരളീകൃഷ്ണൻ എന്നൊരാൾ ജോലി ചെയ്തത് അച്ഛൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? അതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? ഇദ്ദേഹത്തിന്റെ അച്ഛനാണത്. ഈ കാര്യം അച്ഛനോട് മറക്കണ്ടെന്ന് വിചാരിച്ച, അതുകൊണ്ട്. ഇവൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്, ഇറങ്ങി പോകാൻ പറയുവനോട്. എന്താ ചെറിയ കാര്യത്തിന് ദേഷ്യപ്പെടും? ചെറിയ കാര്യം ഇതാണോടാ ചെറിയ കാര്യം? നാട്ടുകാര് തൊഴുതു നിൽക്കുന്ന വലിയ മനുഷ്യനായിരുന്നു എന്റെ അച്ഛൻ. അച്ഛൻ ജീവനോടെ ഇരിക്കുമ്പോ അദ്ദേഹത്തിന് മഞ്ചല് കെട്ടി നാണം കെടുത്തിയ മനുഷ്യനാ നിന്റെ അച്ഛൻ. ഇത് ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമാണോന്ന് ദേഷ്യപ്പെടാതെ ശരീരത്തിന് നിനക്കൊന്നറിയാവോ? ഒന്നറിയാവോ നിനക്ക്? നാട്ടുകാര് മുഴുവനും ബർമ രാജഗോപാലെ എന്ന് കൊതിച്ചു വിളിച്ചോണ്ടിരുന്നതാ പെരുമയോടെ. എന്നാ ഇതിനു ശേഷം മഞ്ചല് രാജഗോപാൽ എന്നും പറഞ്ഞ് നാണം കെടുത്തിയാ വിളിക്കുന്നേ. അപ്പൊ എന്റെ മനസ്സെന്ത് വേദനിച്ചിരിക്കും, എന്ത് വേദനിച്ചിരിക്കും? എടാ എന്നെ വിട്ടേക്കടാ. പാവം ആ മനുഷ്യൻ ആ ഒരു കാര്യം മനസ്സിനുള്ളിൽ വെച്ച് നൊന്തു നീറി 80ാമത്തെ വയസ്സിൽ കൊതി തീരാതാണാ ചത്തുപോയത്. ആഹാ, കൊള്ളാലോ ഇത്. 80ാമത്തെ വയസ്സിൽ കൊതി തീരാതെ. ഇനി പറയടാ, എങ്ങനെയാടാ എന്റെ മോളെ നിന്റെ വീട്ടിലേക്ക് അയക്കുന്നത്? എന്നെ അങ്ങനെ വിളിക്കണ്ട. അല്ല സാറേ, ഞാൻ എന്താ പറയാൻ വരുന്ന വെച്ചാൽ അത് എപ്പോഴും നടന്ന കാര്യല്ലേ, മറന്നു കളഞ്ഞുകൂടെ? മറന്നു കളയാനോ? എടാ ഞാൻ എന്തിനാ ആവശ്യമില്ലാതെ നിന്നോട് സംസാരിക്കുന്നേ? എന്റെ മോളെ നിനക്ക് കല്യാണം കഴിക്കാൻ എനിക്ക് സൗകര്യമില്ല. അയ്യോ സാർ, അങ്ങനൊന്നും പറയരുത് സാർ. പറയുന്നത് കേൾക്ക്. നീ പറഞ്ഞത് അനുസരിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇറങ്ങി പോടാ. അങ്ങനൊന്നുമില്ല സാർ, പറയുന്നത് കേൾക്ക് പ്ലീസ്. ഇവിടെ ഇറങ്ങി പോരാ. മുതിർന്നവര് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ പാടില്ല, മനസ്സിലായോ? ഞാൻ എന്റെ ഡാർലിങ്ങിന്റെ അച്ഛനായതുകൊണ്ട് ഇറങ്ങി വന്ന് സംസാരിക്കുന്നു. നിങ്ങളാണെങ്കിൽ പാർട്ടി മീറ്റിംഗ് പോലെ കയറി പോയിക്കൊണ്ടിരിക്കുവാണല്ലോ. ദേ, നിങ്ങളുടെ അച്ഛനും തെറ്റിയതു, എന്റെ അച്ഛനും തെറ്റിയതു, രണ്ടുപേരും തെറ്റായതേ. അതുകൊണ്ടാ മര്യാദയ്ക്ക് വന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ പെണ്ണിനെ പൊക്കിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചാനേ. ഇപ്പോ നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടല്ലേടാ? എടാ പന്തയം വെക്കുന്നു. നിന്നെ കൊണ്ട് സാധിച്ചാൽ എന്റെ മോള് നിന്റെ കൂടെ വന്നാൽ എന്റെ മോളെ നീ പൊക്കിക്കൊണ്ട് പോടാ. നോക്കട്ടെ ഞാൻ നിങ്ങളുടെ വീട്ടിലെ പെണ്ണിനെ പൊക്കിക്കൊണ്ടുപോയാ. അങ്ങനെ നീ കൊണ്ടുപോയ നിനക്ക് മീശയുണ്ടെന്ന് ഞാൻ പറയാം. എടാ നോക്കവിടാ, ഇത്രയും വർഷം നോക്കി വളർത്തിയ അച്ഛനോടാണ് സ്നേഹം അതോ നിന്നോടുള്ള പ്രേമമാണോന്ന്? ഏടോ, വെറുതെ കിടന്നല്ലറാതെ എപ്പോഴും ലവ് ജയിക്കുള്ളൂ. പ്രിയേ, വാ നമുക്ക് വീട്ടിൽ പോവാം. വാ. സോറി രാജ, എന്റെ അച്ഛനേക്കാൾ വലുതായി എനിക്കൊന്നുമില്ല. നീ പൊയ്ക്കോ. എന്താ പ്രിയേ, എനിക്ക് ചുറ്റിനുള്ളവരെല്ലാം നല്ലവരല്ല. ആർക്കും എന്നോട് ആത്മാർത്ഥമായ സ്നേഹമില്ല. നീ മാത്രമാണ് എനിക്ക് നന്മ വിചാരിക്കുന്നു അന്ന് നീ പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നു. അത്രയുള്ളൂ. വേദനിക്കുന്നു പ്രിയേ. എല്ലാവർക്കും ഇവിടെ മാത്രമേ വേദനിക്കൂ. എനിക്ക് മുഴുവനായും വേദനിക്കുകയാണ്. നന്നായി വരട്ടെ മോളെ. എങ്ങനെയുണ്ട്? സത്യം എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ നിമിഷം വരെ ഒരു വലിയ പാട്ടുകാരിയാണെന്ന് വിചാരിച്ചെന്റെ ജീവിതം നശിച്ചാണ്. എല്ലാത്തിനും കാരണം അച്ഛൻ എന്നെ കൊഞ്ചിച്ചതാ. അയ്യോ, ഇതെന്താ മോളെ നീ ഇങ്ങനെ പറയുന്നേ? തിയേറ്ററെ, കല്യാണ മണ്ഡപം ഇതിനെല്ലാം നിന്റെ പേരല്ലേ വെച്ചത്? എടോ, പെറ്റ മകളുടെ പേരല്ലാതെ പിന്നെ ആരുടെ പേരാ? ചോദിക്കും മോളെ. എടാ കൈയെടുക്കടാ. ഓക്കെ മോളെ, നീ ഒരു ഓർക്കസ്ട്ര വെച്ചിരുന്നില്ലേ? ഇളയുന്നില്ല. അത് ബുക്ക് ചെയ്തെങ്കിലും മണ്ഡപം തരൂന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ? ആ കണ്ടീഷൻ കേട്ട് എല്ലാവരും ഓടിപ്പോയി ഇവിടുന്ന്. അതുകൊണ്ട് എനിക്ക് എന്ത് നഷ്ടമുണ്ടെന്ന് അറിയോ? നിങ്ങളോടാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു? മക്കളെ വളർത്താൻ അറിയാം. അത് വീട് നീ കൂടുതലൊന്നും പറയണ്ട. ആ മംഗളം ചിട്ടിഫണ്ട് ആടിനെ കുറിച്ച് 10 ലക്ഷം എനിക്കാടാ ലോസ്. എന്റെ കാശാടാ പോയത്. ഇനി അതിനെ കുറിച്ച് നീ എന്തായാലും പറയാ. ഇതൊക്കെ എന്തെങ്കിലും നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടോ മോളെ ഞാൻ? മോളെ ദേവിപ്രിയ, ഇത്രയുള്ളോടി നിനക്ക്? ഇത്രയും കാലം എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ലെന്ന് ഓർത്തത്. പക്ഷെ ഇപ്പഴാ മനസ്സിലായത് അച്ഛൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്ന്. ഈ നഷ്ടത്തിന് പരിഹാരം വേണമെങ്കിൽ ഞാൻ അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഐ എം സോറി രാജ. ഞാനും എന്റെ ചാനലിനെ വലുതാക്കി കോടിക്കണക്കിന് സമ്പാദിക്കാന്ന് വിചാരിച്ചേ. പക്ഷെ നിന്നെ കണ്ടേ അന്ന് മുതല് നിന്നെ കല്യാണം കഴിക്കണം എന്നുള്ള ഒറ്റ ചിന്തയായിട്ട് നടക്കുമായിരുന്നു ഞാനും. അതുകൊണ്ട് എനിക്ക് കോടിക്കണക്കിനാ നഷ്ടം. ഇതൊക്കെ ഞാൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ പ്രിയെ? നിന്റെ അച്ഛനോ അയാളുടെ നഷ്ടക്കണക്കല്ല നിന്റെ തല കെട്ടിവെക്കാനായിട്ട് നോക്കുക. ഇതുപോലെ ഒരു മണിമേന്റായ ആളുടെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത്. പറയൂ പ്രിയെ. എങ്ങനെയുണ്ട് മോനെ? അവനെ വിശ്വസിക്കരുത് മോളെ, കള്ളവാ പറയുന്നത്. ഇയാളെ വിശ്വസിക്കണ്ട, നമുക്ക് വീട്ടിൽ പോവാം. ടിങ്കിൾ ടിങ്കിൾ കുട്ടിൽ സാർ,
അങ്ങനെ ഇംഗ്ലീഷിൽ അച്ഛൻ തെറ്റായിട്ട് പാടുമ്പോഴെല്ലാം ഇത് കുട്ടിലല്ല ചാറ്റ്ലിറ്റിൽ അതും പറഞ്ഞ് അച്ഛന്റെ തലയിൽ വന്ന് മുട്ടത്തില്ലായിരുന്നോ? മറന്നുപോയോ മോള്? ടെങ്കിൾ ടെങ്കിൾ കുട്ടിൽ സ്റ്റാർ. എടോ നഴ്സറി പാട്ടെല്ലാം പാടുന്നു. ടിങ്കിൾ ടിങ്കിൾ കുട്ടിൽ കുട്ടിൽ സ്റ്റാർ. എന്താണ് ചെയ്യുന്നത്? സോറി രാജ, ഇംഗ്ലീഷിൽ ആര് തെറ്റ് പറഞ്ഞാലും എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്റെ അച്ഛനും എന്റെ കയ്യിൽ നിന്ന് എത്ര തല്ലുകൊണ്ടിട്ടുണ്ട് അതറിയോ? ദയവ് ചെയ്ത് എന്നെ മറന്നേക്ക്. ഞാൻ എപ്പോഴും എന്റെ അച്ഛന്റെ വാടി എന്റെ കൊച്ചു കള്ളി. ഇന്നലെ രാത്രിയിലെ ഞാനൊരു പ്രണയ കവിത എഴുതി. അത് കേട്ടാ പൊട്ടിപ്പോയ പ്രേമം പോലും ഒന്നായി ചേർന്ന് കളയും. ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ. ഇരുഹൃദയം ഒരു ഹൃദയമായി, ഇരുഹൃദയം ഒരു ഹൃദയമായി, ആ ഒരു ഹൃദയം, ആ ഒരു ഹൃദയം തകർന്നു പോയതോ? അയ്യോ അയ്യോ രാജ, എന്റെ കവിതയൊക്കെ ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടല്ലേ? നീ എല്ലാം മറന്നു കാണുന്ന ഞാൻ വിചാരിച്ചേ. മറക്കാൻ പറ്റുമോ? ഇപ്പൊ എനിക്ക് വിശ്വാസമുണ്ട് നീ അവസാന നിമിഷം വരെ എന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന്. അച്ഛന്റെ വാത്സല്യത്തെക്കാൾ എന്റെ പ്രണയമാണ് എനിക്ക് വലുത്. എന്നെ അനുഗ്രഹിച്ചാലോ അച്ഛ? പ്രിയേ, നമുക്ക് പോവാ. അമ്മാവോ, ഞാൻ ആൺകുട്ടിയാ. നിങ്ങളുടെ മോളുടെ കഴുത്തെ താലി കെട്ടാൻ പോവാ. പറ്റിയ വന്ന് അനുഗ്രഹിക്കാൻ നോക്ക് കുട്ടിൽ സ്റ്റാർ. അച്ഛാ, എന്താ മോനെ ലവ് ഫെയിലിയറാ? ഇപ്പൊ എവിടെയാ? അമ്പലത്തിനടുത്ത്. ആ അമ്പലത്തിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ? നിന്റെ അമ്മയുടെ കഴുത്തിൽ ഞാൻ ഇവിടെ വെച്ചല്ലേ താലി കെട്ടിയത്. ആ, എനിക്കും പ്രിയക്കും അവിടെയാ കല്യാണം. എന്താ പറഞ്ഞ? അനുഗ്രഹിക്കണം. ഞാൻ അങ്ങോട്ട് വരുവാ, അവിടെ തന്നെ നിൽക്കുക. എടാ മോനെ, അവൻ എന്താ ആ പെണ്ണിനെയും കൊണ്ട് നിന്റെ മോൻ ഇങ്ങോട്ട് എഴുന്നള്ളി വന്നോണ്ടിരിക്കുവാടി. നമ്മൾ കല്യാണം നടത്തി കൊടുക്കണമെന്ന്. പൊന്നെ വിവരം കേട്ടോളെ. അമ്മേ, രാമഗോപാലിന്റെ മോള, രാജഗോപാലിന്റെ കൊച്ചുമകൾ. ഇന്ന് തൊട്ട് അമ്മയുടെ മരുമകളാ. ഇതെടുത്തോ. അയ്യോ, ഇവളാണോടാ മോനെ മരുമകള്? കാണാൻ ഹിന്ദി പടത്തിലെ ഹീറോയിനെ പോലെ ഉണ്ട് മോനെ. കൊള്ളാവിടാ. അല്പം വൈകിയെങ്കിലും സുന്ദരിയാണ് അവള്. എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. എന്താ മോളെ ഒരു മൗനം പോലെ? വീട്ടിൽ ആരും അറിയാതെ കല്യാണം കഴിക്കാൻ വന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണോ? എന്റെ മോള് വിഷമിക്കണ്ട. ഒരു കുഞ്ഞ് പറഞ്ഞാ എല്ലാം ശരിയാവും മോളെ. ആദ്യം അതിനുള്ള നടപടി നോക്കടാ. എന്റെ കുഞ്ഞിന്റെ മുഖത്ത് നാണം കണ്ടു. എപ്പോ എന്ത് പറയണമെന്ന് അറിയില്ല. എന്താണ് നിന്റെ വിചാരം? ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് കല്യാണം നടത്തണമെന്ന്? ഇവള് പ്രസവിക്കണമെന്ന് പറയും. എന്താടാ എല്ലാം തമാശ? ഞാനിവളും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. 2 പൂമാല ഒരു താലിയും വാങ്ങണം. അച്ഛൻ പോവാതെ ഞാൻ പോണോ? ഇവന്റെ കല്യാണം ഒന്നും നടന്നു കിട്ടാൻ നമ്മൾ എത്ര അമ്പലങ്ങൾ കയറി നടന്നതാ. ഇപ്പൊ അവൻ തന്നെ മുന്നോട്ട് വന്നിട്ട് എന്റെ കല്യാണം ഒന്ന് നടത്തി തന്നും പറഞ്ഞ് നമ്മുടെ അടുക്കെ വന്നത് നമ്മൾ എങ്ങനെ വേണ്ടെന്ന് പറയാന്നേ. നിങ്ങളൊന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ കല്യാണം ഭംഗിയായി നടത്താവുന്നേ. നിങ്ങളൊന്ന് അല്പം മാറ്റി ചിന്തിക്കുന്നേ. നിങ്ങൾ എന്താ നീ ഉരുട്ടി വെച്ച ഗണപതിയെ പോലെ മിണ്ടാതെ നിൽക്കുന്നേ? ഗണപതിയോ? എടമോനെ അച്ഛൻ സമ്മതിച്ചു. വേഗം വാ, മാലി തലി മായിക്കൊണ്ട് വരാം. ഇവളെ എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചല്ലോ. മുരളീകൃഷ്ണ, എന്താടോ? അന്നൊരു തോന്നിവാസം കാണിച്ച് എന്റെ അച്ഛനെ നാണം കെടുത്തി. ഇന്ന് എന്റെ മോളെ കൈക്കലാക്കി വീണ്ടും തോന്നിവാസം കാണിച്ച് വീണ്ടും നാണം കെടുത്താൻ നോക്കുക. നീയൊക്കെ എന്താണ് നന്നാകാത്ത? വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. താൻ എന്ത് ചെയ്യണോ? മിണ്ടാതിരിക്കുന്നേ. ആരോ ചെയ്ത തെറ്റിന് എന്റെ ഭർത്താവിനെ നാണം കെടുത്തിയാണ് നിങ്ങൾ ചെയ്ത തോന്നിവാസം. എന്തായാലും നിറയെ രാജഗോപാലൻ മരിച്ച നീ നാട് മുഴുവൻ പറഞ്ഞു പരത്തിയില്ല നിങ്ങളുടെ ഭർത്താവ്. അതിന് നിങ്ങൾ ആദ്യം സമാധാനത്തെ കുറിച്ച് നീ കഴിഞ്ഞു പോയ കാര്യം പിന്നെ തുടങ്ങുന്നു. സോറി മിസ്റ്റർ കുട്ടിൽ സ്റ്റാർ. ഒരു മനുഷ്യന്റെ മുഖത്തൊക്കെ ഇങ്ങനെയാണോ പറയുന്നത്? ഇപ്പൊ പറയുവാടാ ഈ കല്യാണം നടക്കില്ലടാ. ഞാൻ പറയുന്നു ഇപ്പൊ ഈ കല്യാണം നടക്കും. നടത്തി കാണിക്കടാ. നടത്തി കാണിക്കാവടാ. ഈ കല്യാണം കണ്ടിട്ട് നിങ്ങൾ പോയാ മതി. വേണ്ട. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ? എന്റെ സ്വഭാവം മാറ്റരുത്. ആണുങ്ങൾ തമ്മിൽ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ?
കുടിവെള്ളത്തിന് വേണ്ടി ലോക്കൽ പെണ്ണുങ്ങൾ തല്ലുകൂടുന്ന പോലെ ഹായ് 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 എന്നലർക്കൊണ്ടിരിക്കുന്നത്. എന്താ സാറേ, രണ്ട് ബന്ധുക്കളാകേണ്ടവർ തമ്മിൽ വഴക്കുണ്ടാക്കിയ നാടിന്റെ പോക്ക്? ആർക്കാരാടാ ബന്ധുക്കാര്? ആർക്കാടാ? നിങ്ങൾക്ക് ഇവര് ബന്ധുക്കാര്, ഇവര് നിങ്ങൾക്ക് ബന്ധുക്കാര്, അല്ലാതെ പിന്നെ അതല്ല ഈ കല്യാണം നടന്നെങ്കിലല്ലേ ഉള്ളൂ. ഇവിടെ ചോര പുഴയൊഴുകും, പറഞ്ഞേക്കാം. അത് തന്നെ ഞാനും പറയുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ഈ കല്യാണം നടക്കും. നടക്കില്ല. നടക്കും. നടക്കില്ല. നടത്തിയിരിക്കും. നടക്കില്ലെന്നാ പറഞ്ഞേ. ചേട്ടോ, നല്ല സ്റ്റൈലായിട്ട് ഈ വലിയൊരു കട്ടമീശ വെച്ചിരിക്കുന്ന അഹങ്കാരം കൊണ്ട് നിങ്ങൾ ഉടനെ വെട്ടുംകുത്തെന്ന് പറഞ്ഞ് ഇറങ്ങുമല്ലേ? മീശ എന്റെ മീശയോ? ആരാടാ നീ? നിനക്ക് കല്യാണമായിട്ട് എന്തോ ബന്ധമുള്ള? എന്താണ് ബന്ധമുള്ള? ബന്ധമുണ്ട് രാമഗോപാലേട്ട, നല്ല ബന്ധമുണ്ട്. കൈയെടുക്ക്. ദേ ഈ കല്യാണത്തിനും ബന്ധമുണ്ട്. ഏതോ ഒരുത്തൻ ഫോൺ ചെയ്തെന്ന് പറഞ്ഞാലേ നിങ്ങൾ ഈ വഴക്കുണ്ടാക്കുന്നേ. ആ ഏതോ ഒരുത്തൻ വേറെ ആരുമല്ല, 15 വർഷം നിങ്ങളുടെ സിനിമാ തിയേറ്ററിൽ ജോലി ചെയ്തില്ലേ കണാരേട്ടൻ, അതെന്റെ അച്ഛനാ. അങ്ങേരാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. സർക്കസില് സിംഹം വന്ന ഉടനെ കോമാളിയെ മാറ്റുന്നത് പോലെ ദേ ഇങ്ങേര് ജോലിക്ക് വന്ന ഉടനെ എന്റെ അച്ഛനെ ദൂരേക്ക് കളഞ്ഞില്ലേ? എടാ കണാര, നീ കാലിയായി പോയി പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്ക്. അത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ നല്ലവനെ പോലെ ഇങ്ങനെ അഭിനയിച്ചോണ്ടേയിരുന്നു. നിന്റെ നല്ല മനസ്സിന് എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കൂടാ മോനെ. എല്ലാം ചേട്ടന്റെ ഞാൻ പണി തരാടാ പൊന്നു മോനെ. എന്നാണോ ഇങ്ങേരുടെ കൈ കൊണ്ട് ശമ്പളം മേടിക്കേണ്ട ഗതികേട് വന്നോ അന്ന് മുതൽ ഇയാളെ അവിടുന്ന് പുറത്താക്കണമെന്ന് തീരുമാനമെടുത്തു. വരും കാലഘട്ടത്തിന് വഴിവിളക്കായി നിൽക്കുന്ന വലിയ മനസ്സിന്റെ ഉടമയെ പൊന്നെ വാടാ വാടാ ഞാൻ പണിയും. അതിനുവേണ്ടി അദ്ദേഹം ഒരു നല്ല സമയം നോക്കി നിൽക്കുമായിരുന്നു. അധികം താമസിക്കാതെ തന്നെ അത് വന്നു ചേർന്നു. KRK 237 കോൺഗ്രസ നിങ്ങളുടെ മുതലാളി രാജഗോപാലിന്റെ അല്ലേ? അതെ. ലോറി വന്ന് ഇടിച്ചിട്ട് ബോട്ടിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഓണർ മരിച്ചു പോയല്ലോ. വൈകുന്നേരം ബോഡി എത്തിച്ചേരും. വിവരം നിങ്ങളെ അറിയിക്കാൻ എന്നോട് പറഞ്ഞു. വെക്കട്ടെ എന്നാ. അയ്യോ, എന്റെ മുതലാളി ചേട്ടായി പോയല്ലോ. ചേട്ടായി ഇരിക്കാൻ ഇടം കൊടുത്താ കിടക്കാൻ സ്ഥലം എടുക്കും, കിടക്കാൻ സ്ഥലം കൊടുത്താ വീട് വെക്കാൻ സ്ഥലം ചോദിക്കും. അങ്ങനെ അങ്ങ് കൊടുക്കാൻ പറ്റുമോ? ഗോപാൽ തിയേറ്ററിൽ ഇവനെ അങ്ങോട്ട് പൊക്കി വെച്ചാൽ പിന്നെ ഇവന്റെ കയ്യിൽ നിന്ന് വേണ്ട ഞാൻ ശമ്പളം പറ്റാൻ. അതിന്റെ ആവശ്യം എനിക്കില്ല. ഇതെല്ലാം എനിക്കെങ്ങനെ അറിയാവുന്നതായിരിക്കും നിങ്ങളുടെ ചോദ്യമല്ലേ? അവസാനം മരിക്കുന്ന സമയത്ത് ഈ കഥയെല്ലാം എന്റെ അടുത്ത് പറഞ്ഞിട്ട് നിന്റെ അച്ഛനും മറ്റുള്ളവരുടെ കല്യാണം മുടക്കുന്ന ഒരു ഫാഷനായി തീർന്നിരിക്കുക അല്ലേ? MD സാർ പറഞ്ഞ് പുറകെ നടന്നില്ലടാ. നീ എന്ത് ഈ കഥ നേരത്തെ പറയാഞ്ഞേ? എന്റെ അച്ഛൻ ഒരു തെമ്മാടിയാണെന്ന് ഞാൻ എങ്ങനെ എന്റെ വാഗൊണ്ട് പറയുന്നത്? ഈ കല്യാണം നന്നായി നടത്തണമെന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ സത്യം തിരിച്ചറിഞ്ഞാലേ കല്യാണം നടക്കുള്ളെങ്കിൽ പിന്നെ മറച്ചു വെക്കണോ? എങ്കിലല്ലേ എന്റെ കല്യാണം നടക്കും. രാമഗോപാൽ സാർ വായി നിറച്ച് അമ്മായി അച്ഛന്ന് വിളിക്കുമോ? അമ്മായി അച്ഛ മരുമോനെ. എന്തായാലും എല്ലാത്തിനും ഒരു തീരുമാനമായി. ഹലോ. എങ്ങനെയോ കല്യാണം ഒരു വിധത്തിൽ നടന്നു കിട്ടും. അയ്യോ ഒന്നും വേണ്ട. ഒരു വലിയ പ്രശ്നം ഒന്നുമല്ലാതായി തീരുമ്പോ ഒന്നുമില്ലാത്ത പ്രശ്നം വലുതാകുമെന്നും സെൻ തത്വത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ചെറിയൊരു പ്രശ്നം വലുതാവുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ നോക്കൂ. രാജാ ഒന്ന് വന്നേ. എന്താ? എന്നെ കാണുന്നതിന് മുൻപ് നീ ആരെങ്കിലും പ്രേമിച്ചിരുന്നോ? അയ്യോ പ്രിയെ, നീ അല്ലാതെ വേറൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അത് മാത്രമല്ല സംസാരിച്ചിട്ടില്ല, തൊട്ടിട്ടില്ല, ഒന്നുമില്ല. ഒരു പെണ്ണിന്റെ നിഴല് പോലും എന്റെ ദേഹത്ത് വീട്ടില്ല. മതിയോ? സത്യമായിട്ടും? സത്യമായിട്ട്. കള്ള സത്യം ചെയ്താ ഞാൻ ചത്തുകളയും. അറിയാം പ്രിയെ, അതുകൊണ്ടല്ല ഞാൻ ധൈര്യമായിട്ട് സത്യം ചെയ്ത്. നീയാണ് സത്യം. എപ്പോഴും പെണ്ണുങ്ങൾക്ക് ദേഷ്യം വന്ന ഒന്ന് കരയും, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ കുറ്റം ചാർത്തും. പക്ഷേ നമ്മുടെ ദേവിപ്രിയയ്ക്ക് ദേഷ്യം വന്ന എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ചേട്ടാ, ഈ ട്രാക്കിൽ ട്രെയിൻ വരുമോ? പിന്നെ ട്രാക്കിൽ ട്രെയിൻ അല്ലാതെ പിന്നെ കപ്പൽ വരുമോ? പേപ്പർ ഒന്നും വായിക്കാറില്ലേ? ഇന്ന് ട്രെയിനെല്ലാം സമരത്തിലാ. നിനക്ക് വട്ടാണോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ സൂയിസൈഡ് ചെയ്യാന്ന് പറഞ്ഞ് ട്രാക്കിൽ കൂടെ ഓടുന്നു. നിന്റെ രാശിക്ക് ട്രാക്കിൽ കൂടെ ട്രെയിൻ പോലും വരില്ല. നിനക്കെന്നെ കാണുമ്പോഴൊക്കെ കളിയാക്കാതെ പറ്റില്ലല്ലേ? എനിക്കറിയാം, അങ്ങനെ തന്നെയാ. വേറൊരുത്തി നിനക്ക് ഉള്ളത് കൊണ്ട് തന്നെയാ. വേറൊരുത്തി ഉള്ളത് കൊണ്ടാണെന്നോ? എടി, എന്ത് ഭ്രാന്തായി പറയുന്നു? ഭ്രാന്തൊന്നും പറഞ്ഞില്ല, തെളിവോട് കൂടിയാ സംസാരിക്കുന്നത്. ആഡ് എടുക്കാന്ന് പറഞ്ഞ ബോംബെക്കാരിയോടൊപ്പം കൂത്താടി നടക്കല്ലേ?
അതാരാണെന്ന് ഞാൻ തെളിയിക്കാം. നീ ഫോൺ കൊണ്ടുപോവാ. നീ തന്നെ ചിരിക്കും. കൊണ്ടുപോവാ, ഫോൺ കൊണ്ടുപോവാ. ആവശ്യമില്ലാതെ എന്നെ സംശയിച്ചല്ലോടി നീ. ഹലോ ഓഫീസറെ, ഞാനിപ്പോ പ്രിയയുടെ കൂടെയാ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ കരീന ചോപ്ര ആരാണെന്ന് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ? പ്രിയെ കേട്ടോ. ഹായ് ഡാർലിംഗ്, ഇപ്പൊ എവിടെയാണുള്ളത്? നമ്മൾ എത്ര നാളായി കണ്ടിട്ട്. എന്റെ മുത്തിനെ എനിക്ക് കാണണം. എടാ ഓഫീസറെ, കളിക്കാനുള്ള സമയമല്ല. എടോ ദയവ് ചെയ്ത് കരീന ചോപ്ര ആരാണെന്ന് പറഞ്ഞു തോല. ചില കാര്യങ്ങൾ ഫോണിൽ കൂടെ പറയാൻ പറ്റുമോ? അയ്യോ പ്രിയ, ഗസ്റ്റ് ഹൗസിലാ ഉള്ളത്. ഒന്ന് വന്നിട്ട് പോവോ കുട്ടാ? എന്താ അയ്യോ പ്രിയ, സത്യമായിട്ട് എന്റെ ഫോണല്ല. കരീന ചോപ്ര ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. അയ്യോ പ്രിയ പറയുന്നത് നീ കള്ളസത്യം ചെയ്തു. അയ്യോ നീ നേരിട്ട് വാ, ഞാൻ പ്രൂവ് ചെയ്യാം. വാ പ്രിയ പറയുന്ന കേക്ക്, വാ എന്നോട് വാ.